MDMA ഉപയോഗിച്ച് യുവാവ് മാതാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു. പോലീസ് എത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? മയക്കുമരുന്നിന് അടിമയാണോ യുവാവ്? അതെ, അത്തരത്തിൽ മയക്കുമരുന്നിന് അടിമയായി മാനസിക നില വരെ യുവാവിന്റെ നിയന്ത്രണം വിട്ട് പോയിരിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേങ്ങര ചെനക്കൽ സ്വദേശിയായ സൽമാനാണ് ഇത്തരത്തിലൊരു പരാക്രമം കാണിച്ചത്. ഈ ലഹരി കിട്ടാതായതിനെ തുടർന്ന് MDMAക്ക് അടിമയാണ് ഇയാൾ, ഈ പ്രതി. അങ്ങനെ ലഹരി കിട്ടാതായതിനെ തുടർന്ന് നിരന്തരമായി ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ഈ ഉമ്മയെ അതെ, ലഹരിക്ക് അടിമയായിരുന്നു യുവാവ്. കേട്ടില്ലേ? ഈ വാർത്ത പുറത്തു വരുന്നത് എവിടുന്നാണ്? നമ്മളെ സ്വന്തം മലപ്പുറത്തുനിന്ന്. പ്രതി ആരാണ്? സൽമാൻ. ഇത്തരത്തിൽ എത്ര വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി എന്ന പോലെ കേൾക്കുന്നത്, അല്ലേ? ഒരു ദിവസം തന്നെ എത്ര വാർത്തയാണ് കേൾക്കുന്നത്. അതിലടക്കാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളെ കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള വലിയ ഒരു ദുരന്തം നമ്മൾ കേട്ടത്, അല്ലെ? 6 പേരെ ആയിരുന്നു അവൻ ആക്രമിച്ചത്. അതിൽ അവന്റെ ഉമ്മ അല്ലാത്തവരെല്ലാം മരണപ്പെട്ടു എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത. അതിനുശേഷം അതിന്റെ മുമ്പെയും ഒക്കെ നിരവധി 2025 പറഞ്ഞതോടുകൂടി ഒരുപാട് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വിതച്ചതേ കൊയ്യുള്ളൂ. അത് തന്നെയാണ് നടക്കുന്നത്. ഫാർമസിസ്റ്റ് ആയിരിക്കുന്ന ഒരു സഹോദരി പറയുന്നത് കേൾക്കാം നമുക്ക്. ചെറിയ ചെറിയ മക്കൾ പോലും യൂസ് ചെയ്യാണ് ലഹരി. സ്കൂൾ കുട്ടികൾ. ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം. എൻ്റെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചോദിച്ചു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വയലൻ്റായി അവൻ. വയലൻ്റായി അവിടെയുള്ള പാത്രം, ഞങ്ങൾ ഡബ്ബികളൊക്കെ ഉണ്ട്, വിക്സ് മുട്ടായി അതൊക്കെ ഇട്ട് വെച്ചത്, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഭീഷണിയൊക്കെ ആയിട്ടാണ് അവൻ പോയത്. അതേപോലെ ഞാൻ പറയാം, എങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ വില അറിയില്ല. ഇപ്പോൾ കണ്ടില്ല, ഇന്നലെ തന്നെ ന്യൂസ് കണ്ടില്ലേ, എത്ര പേരെ അവൻ കൊന്നൊടുക്കിയത്. അവൻ ഒരു പശ്ചാത്താപവും ഇല്ല. ഇപ്പം പോലും ചെയ്തതിന് ഒരു ഭാവ വ്യത്യാസം അവൻ്റെ മുഖത്തില്ല. അപ്പോൾ ഞാൻ പറയാം, നമ്മളെ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ വരാറുണ്ട്. പ്രിസ്ക്രിപ്ഷൻ അവർ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ മെഡിസിൻ്റെ പേരെഴുതി. എന്നിട്ട് ഞാൻ പറയും, ഇവർക്ക് ഈ അറിവുകളൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഫോണിലൂടെ ആയിരിക്കും. ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഇവർക്ക് എവിടെ ഇത് കിട്ടും, എങ്ങനെ ഇത് യൂസ് ചെയ്യണം, എന്താണ് മെഡിസിൻ്റെ പേര്, MDMA എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയും, മക്കളാണ് ഇതിൽ പെടുന്നത്. പ്രായമുള്ളവർ അധികം കണ്ടിട്ടില്ല. ഞാൻ പറയും, മക്കൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പോവാം. നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരു ലോകത്താണ് അവരെത്തുന്നത്. ബന്ധങ്ങളെ വില അറിയുന്നില്ല. അവർക്കിപ്പോൾ പഠിക്കൊന്നും വേണ്ട. അവരിപ്പോൾ എത്തിപ്പെടുന്നത് വേറെ ഏതോ അതിലും സുന്ദരമായ ഏതോ ഒരു ലോകം. നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്ന മക്കളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കേട്ടില്ലേ? നമ്മളെ മക്കളെ പിന്നാലെ ആരൊക്കെയോ ഉണ്ട്. നമ്മളെ മക്കളെ തന്നെ എത്തിപ്പെടുന്ന എന്നതിലേക്ക് ആരൊക്കെയോ നമ്മളെ മക്കളെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. അതാണ് ആ സഹോദരിയെ പറയുന്നത്. ഇവിടെ ഇതിൽ ഇരകളാകുന്നത് കൂടുതലും ആഷിഖും റഫീഖും പിന്നെ സൽമാനും ഇങ്ങനെ പേരുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം. നമുക്ക് മദ്യം ഹറാമാണ്, ലഹരി ഹറാമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത്. മദ്രസകളിൽ പഠിക്കും. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് രക്ഷിതാക്കളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു രക്ഷിതാവിനോട് പിന്നെ കുട്ടികളുടെ കടമകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിതാക്കൾ തന്നെയാണ് കുറെ കുട്ടികളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വിമർശനം നടത്തുകയാണ്. അദ്ദേഹം ഒരു ഉമ്മ ടൂർ പോയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിലൊരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് വന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മുസ്ലിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ചർച്ചയാണ് വന്നത്. നിങ്ങൾക്കറിയാമോ, ഒരിക്കലും ഇസ്ലാം സ്ത്രീ വിരുദ്ധരല്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആ പ്രസംഗം ഫുള്ളായിട്ടൊന്ന് കേൾക്കേണ്ടതുണ്ടായിരുന്നു. അത് പല ആളുകളും കേട്ടില്ല എന്നുള്ളതാണ്. അതിൽ പറയുന്നത് രക്ഷിതാവിന്റെ രീതിയിൽ നിൽക്കണം, മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടവരാണ് എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മയെ അതിൽ വിമർശിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. അത് ഫുള്ളായിട്ട് ആ പ്രസംഗം കേട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അത്രയേ ഉള്ളൂ. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ പട്ടിണി കടന്ന് മരിക്കാൻ വേണ്ടി പോയ സുഹറ വരണ്ട്. അവസാനം വിശന്നപ്പോ നിരാഹാരം നിർത്തി തിരിച്ചു പോരുക ചെയ്തത്. സ്ത്രീകളോട് സ്നേഹം കൊണ്ട് ചെയ്തതാ. ഞാൻ ചോദിച്ചു പോവാണ്, ഈ സഹോദരി ഇപ്പം എവിടെ? എത്ര ഉമ്മമാര്, എത്ര അമ്മമാര്, എത്ര സഹോദരിമാര് ഇത്തരം ലഹരി ഉപയോഗങ്ങൾ കാരണം മക്കളുടെ ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട്. എത്ര പേര് ഭീതിയിൽ കഴിയുന്നവരുണ്ടാകും. അവർക്കെതിരെ ശബ്ദിക്കാൻ സുഹറക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ വന്നു, അല്ലെ, ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞത് സ്ത്രീകളുടെ പ്രശ്നങ്ങളായിരുന്നു, അല്ലെ? സ്ത്രീകള് സ്വന്തം മക്കളെ പേടിച്ച്, അല്ലെങ്കിൽ സഹോദരനെ പേടിച്ച്, ഭർത്താവിനെ പേടിച്ച്, അത് മദ്യലഹരിയിൽ വരുന്നവരെ പേടിച്ച് ഭീതിയിൽ കഴിയൽ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മദ്യപിച്ച് വന്ന് സ്ത്രീയെ ഒരു മൂലക്കെട്ട് ചവിട്ടിക്കുട്ടുന്ന ഒരു കാഴ്ച കണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് മറ്റു പല രീതിയിൽ തൻ്റെ മോന് ലഹരി ഉപയോഗിച്ചിരിക്കണോ എന്ന് പോലും ഇപ്പൊ ഉമ്മക്കറിയില്ല, അല്ലെങ്കിൽ സഹോദരിക്കറിയില്ല. അവന്റെ പുറമെ അവനെ കാണുമ്പോൾ അവൻ നല്ല ഡീസന്റാ, അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ സമയം ഇവനിക്ക് ലഹരി കിട്ടാതിരിക്കുമ്പോഴാണ് ഇവൻ അക്രമാസക്തമാകുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന വിഷയവും അത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പണം വേണം, പണം വേണം, പണം പണം പണം. ആ കുടുംബം വളരെയധികം കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ആ മോനെ കൊണ്ട്. കാരണം ഇവനക്ക് ഇത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, അതവൻ വെച്ച് കഴിയുമ്പോൾ അവന് വളരെ ഡീസന്റാ.
അവന് കിട്ടാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല അക്രമങ്ങളും അവൻ ചെയ്തു കൂട്ടി എന്നുള്ളതാണ്. സ്വന്തം മുത്തശ്ശിയെ പോയിട്ട് അവന് ഇല്ലാതെയാക്കിയിട്ട് ആ മുത്തശ്ശിയുടെ പണ്ടം എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ, ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുണ്ട്, ആ കടങ്ങൾ വിട്ടാണ്. ഇവിടെ ഞാൻ പറയാനുള്ള ഈ വിഷയം ഞാൻ പറയാനുള്ള കാരണം, ആ ഉസ്താദിന്റെ വാക്കുകളെ ആ രീതിയിലൊക്കെ ചിത്രീകരിച്ചവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ ഉസ്താദ് ഈ ലഹരിക്കെതിരെ പറയുന്ന കുറച്ച് പ്രഭാഷണങ്ങളുണ്ട്, യൂട്യൂബിൽ കാണാൻ പറ്റും. മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മയക്കുമരുന്ന് സുലഭമായിരിക്കുന്നു. മദ്യത്തിരുന്നല്ല, എല്ലായിടങ്ങളിലും മദ്യം സുലഭമാണ്. ഇത്തിരി കുറവുണ്ടോ എന്ന് തോന്നുന്നത് കൊണ്ട് ഗവൺമെന്റ് സ്വന്തം മദ്യം നിർമ്മിക്കാൻ വേണ്ടി പാലക്കാട് ഫാക്ടറി തുടങ്ങാനുള്ള തിടുക്കത്തിലാണ്. അവരോട് തേങ്ങ പൊരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ആ വലിയ കത്തിയും കൊണ്ട് വന്നിട്ട് ഉമ്മനെ അറുത്ത് പാകപ്പെടുത്തി നമ്മളൊക്കെ കോഴി അറുത്താൽ ചെയ്യുന്നത് പോലെ പുറത്ത് ടാപ്പിൽ കൊണ്ടുപോയി കത്തി കഴുകി വൃത്തിയാക്കുന്നു. പെട്ടെന്നുള്ള ഒരു പ്രവണവൃത്തി ചെയ്തതല്ല അർത്ഥം. എന്നിട്ട് ഉത്തരവാദിത്ത ബോധം കാണിച്ചുകൊണ്ട് ആ കത്തി അവൻ കടം മേടിച്ച വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്തിനാ കൊന്നത്? ആഷിക്ക് വിശദീകരിക്കുന്നുണ്ട്, എനിക്ക് ജന്മം നൽകിയതിന്. ഈ ഉമ്മമാരുടെ ഹൃദയം പൊട്ടും. നമുക്കൊക്കെ ജന്മം നൽകാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളുടെ പരമ്പരയുണ്ട്, ഒന്നല്ല, ഒരു ശൃംഖല. വിമാനം സിനിമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണ്? സയ്യിദുനാ ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി നിന്റെ ഉമ്മയോടെന്ന് പറയുന്നു. അവിടുന്ന് ആലോചിച്ച് കാണണം, 9 മാസവും 10 ദിവസവും ഉമ്മ ഓരോരുത്തരെയും ഗർഭം ചുമന്ന് നടന്നതിന്റെ പ്രയാസങ്ങൾ. അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടില്ലേ? ലഹരി പദാർത്ഥങ്ങൾ അത്രമാത്രം വ്യാപകമാണ്. അതൊന്ന് കുറവ് വന്നു എന്ന് തോന്നിയപ്പോൾ സർക്കാർ ചെലവിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് വിതച്ചതേ കൊഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ വിതച്ചിട്ടിട്ടുണ്ട് ഇവിടെ കുറയാണ്. ഇപ്പോൾ അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും വരും, കൊലപാതകങ്ങൾ വരും, വേണ്ടപ്പെട്ടവരെ വെട്ടി നുറുക്കും. ഇതൊക്കെ അത്തരം കാഴ്ചകൾ നമ്മൾ ഇനി കാണാൻ പോവാണ്. ഇതിനെ തടയിടാൻ നമ്മളൊക്കെ വളരെയധികം പരിശ്രമിച്ചേ മതിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.